Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. PSA ലത്തീഫിന്റെ ഒരിക്കൽ മാത്രം പ്രകാശനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ MB മത്തായി പ്രകാശന കർമ്മം നിർവഹിച്ചു. സിറ്റിസൺ ഡൈ സ്ഥാപകനും മുൻ ചെയർമാനുമായിരുന്ന PSA ലത്തീഫ് രചിച്ച ഒരിക്കൽ മാത്രം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ ഡോക്ടർ MB മത്തായി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. എല്ലാ ഘടകങ്ങളും സംയോജിച്ച് വളരെ സമ്യക്കായി ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ അത് സാധിക്കൂ എന്നുള്ളതാണ്. അതാണ് ഈ ചെറുകഥ രചനയുടെ മർമ്മം. അതുകൊണ്ട് ഈ ചെറുകഥയിൽ ഒരു പരീക്ഷണം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ കൈവയ്ക്കുന്ന ആളുകൾ, കവിത്വമുള്ള ആളുകൾ, നമുക്ക് ലത്തീഫിനെ പറ്റി അതറിയാം. ലത്തീഫിൽ ഒരു കവിഹൃദയമുണ്ട്. ലത്തീഫിന് തീവ്രമായ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം അദ്ദേഹം കവിത എഴുതുന്ന ആളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ കവിതയോട് അടുത്ത് നിൽക്കുന്ന, അത് ഭാഷയിൽ മാത്രമല്ല ഭാവസാന്ദ്രതയിലും കവിതയോട് അടുത്ത് നിൽക്കുന്നതാണ് ഈ ചെറുകഥ എന്ന് പറയുന്നത്. സിറ്റിസൺ ഡൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് N രമേശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 70-ാം വയസ്സിൽ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്ന PSA ലത്തീഫിന്റെ 5ാമത്തെ പുസ്തകമാണ് ഒരിക്കൽ മാത്രം. ജീവിത അനുഭവങ്ങളെ ലളിതവും എന്നാൽ തീക്ഷ്ണവുമായി അടയാളപ്പെടുത്തുന്നതാണ് ലത്തീഫിന്റെ രചനകളെന്ന് പ്രകാശന പ്രസംഗത്തിൽ ഡോക്ടർ MB മത്തായി പറഞ്ഞു. പ്രശസ്ത നോവലിസ്റ്റും നിരൂപകനുമായ ഡോക്ടർ MK ഹരികുമാർ പുസ്തകത്തെ സദസ്സിന് പരിചയപ്പെടുത്തി. മുൻ MLA ജോസഫ് വാഴക്കൻ, അഡ്വക്കേറ്റ് G മോട്ടിലാൽ, OM തങ്കച്ചൻ, അസീസ് പണ്ടാരപ്പിള്ളിയിൽ, MD മധു, PA അബ്ദുൾ സമദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.